നമുക്ക് വെൽക്കം ചെയ്യാം. റെഡി? ടോവിനോ തോമസ്. ഹലോ ട്രിവാൻഡ്രം. ഞാൻ നടന്നു വന്നപ്പോ ഇത് കത്തിയിട്ട് ഞാൻ പേടിച്ചില്ലല്ലോ. ബേസിലായിരുന്നെങ്കിൽ പേടിച്ചത്. ഓക്കെ, ഒരുപാട് സന്തോഷം ഇതിന് ട്രെയിലർ ലോഞ്ച് ഇവിടെ വെച്ച് തന്നെ നടത്താൻ സാധിച്ചത്. ഇതിനു മുമ്പ് പലതവണ ഞാൻ ട്രിവാൻഡ്രത്ത് മൂവി പ്രൊമോഷൻസായിട്ട് വന്നിട്ടുണ്ട്. അന്നെല്ലാം ഭയങ്കരമായിട്ടുള്ള സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ സിനിമയുടെ സംവിധായകൻ ജിതിൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഈ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് എവിടെ നടത്തണം എന്നുള്ള ചർച്ച വന്നപ്പോൾ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചാടി പിടിച്ചതിന്റെ പ്രധാന കാരണം നിങ്ങളുടെ ഈ സ്നേഹം കണ്ടിട്ട് തന്നെയാണ്. താങ്ക് യു. ഞങ്ങൾ എല്ലാവരും കുറേ പേര് കുറേ നാളുകളായിട്ട് കാണുന്ന ഒരു സ്വപ്നമാണ് ARM എന്ന് പറയുന്ന ഈ സിനിമ. ഈ സിനിമ ഞങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങളെ കൂടെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഇത് ട്രെയിലർ മാത്രമാണ്, ഇതിനേക്കാൾ കുറച്ച് കാര്യമായിട്ട് അധികം ഉണ്ടാവും സിനിമയിൽ എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ സിനിമയിൽ ഞാൻ നന്ദി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പേരോട് നന്ദി പറയണം. പക്ഷെ ഞാൻ കുറച്ച് സമയം എടുത്ത് ഓരോരുത്തരായിട്ട് പറയാം. എൻ്റെ അടുത്ത് 2017 സുജിത്തേട്ടനും ജിതിനും കൂടെ ഈ സ്ക്രിപ്റ്റിന്റെ കഥ പറയുന്നത്. അന്ന് ഞാൻ ആദ്യം ഈ 3 കഥാപാത്രമൊക്കെ ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്തുകൊണ്ട് ഈ 3 കഥാപാത്രങ്ങൾ ഞാൻ ഈ സിനിമയിൽ ചെയ്യണം എന്ന് ബോധ്യപ്പെടുത്തിയ, അന്ന് ഞാൻ പറഞ്ഞ പോലെ മറ്റു 2 ആർട്ടിസ്റ്റുകളെ ഇങ്ങനെ കൂട്ടി നമുക്കത് മൾട്ടി സ്റ്റാറിനെ ആക്കാം എന്ന് ഞാൻ പറഞ്ഞ ഓപ്ഷനുകൾ സമ്മതിച്ചിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ കരിയറിൽ 3 വേഷം ചെയ്യുന്ന ഒരു സിനിമ ഉണ്ടാവുക പോലും ഇല്ലായിരുന്നു. അതിനാദ്യം തന്നെ ഭയങ്കരമായിട്ടുള്ള നന്ദി. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ്. ഒരു സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ മധുവൽ സാർ, ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ഒരു കുപ്രസിദ്ധ പയ്യൻ. അതിനുശേഷം പല സിനിമകളിലും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എന്നും വളരെ സ്നേഹത്തോടെയും വളരെ പോസിറ്റീവ് എനർജിയോടെയും കൂടെ എന്നും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള എൻ്റെ ഏറ്റവും നല്ല ഒരു വെൽവിഷനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ ഞാൻ ഈ ഓർഡറിലാണ് പറയണേ, സുരഭി എന്നെ ആദ്യത്തെ സിനിമയിൽ, ആദ്യത്തെ അല്ല ABCD അഭിനയിക്കുന്ന സമയത്ത് ഞാൻ എന്താ പറയാ, ഒരു ഷൂട്ടില്ലെങ്കിലും ഞാൻ അവിടെ പോയി ലൊക്കേഷനിലേക്ക് വെറുതെ ഇരിക്കുമായിരുന്നു. അന്ന് അവിടെ അഭിനയിക്കാൻ വന്നിട്ട് എന്നെ റാഗ് ചെയ്തിരുന്ന എന്റെ സീനിയർ ആർട്ടിസ്റ്റാണ്. ആ സീനിയർ ആർട്ടിസ്റ്റിനെ ഞാൻ നായികയാക്കി പ്രതികാരം തീർത്തത്. അതുപോലെ കൃഷ്ണേട്ടൻ, കൃഷ്ണേട്ടന് ഞാൻ വാശിയിൽ ഒരുമിച്ച്